അക്കിനാസ് ആകാശവാണിയുടെ ആദ്യത്തെ റേഡിയോ പ്രോഗ്രാമാണിത്. കോളേജിന് ശേഷം പലരും നമ്മുടെ കൂടെ ഇന്നില്ല. ദീപം ഉണ്ടായിരുന്നെങ്കിൽ ആ നിഷ്കളങ്ക ചിരിയുമായി എല്ലാത്തിനും മുമ്പിലുണ്ടാകുമായിരുന്നു. അതുപോലെ റഷ്യയെയും പോളണ്ടിനെയും നിശിതമായി വിമർശിച്ച് അനിൽകുമാറും. ഇവരെല്ലാം സ്മരിച്ചുകൊണ്ട് അവർക്കായി സമർപ്പിക്കുന്നു ഈ റേഡിയോ പ്രോഗ്രാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിജി. ഏതായാലും അക്കിനാസ് ആകാശവാണി തുടങ്ങിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അക്കിനാസ് ആകാശവാണിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഞാൻ ഇടയ്ക്ക് വന്ന് ഗ്രൂപ്പിൽ നോക്കാറുണ്ട്. പക്ഷെ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് നോക്കുമ്പോഴത്തേക്കും 2000-3000 മെസ്സേജൊക്കെ ആയിരിക്കും ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടും. പിന്നെ പറ്റുന്ന സമയങ്ങളിലെല്ലാം വന്ന് നോക്കി മെസ്സേജൊക്കെ വായിക്കാറുണ്ട്. എന്തായാലും എല്ലാവരും നല്ലപോലെ ആക്റ്റീവ് ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഏതായാലും ഇതുപോലൊരു ഗ്രൂപ്പ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓക്കെ. ഞാൻ റാണി അഗസ്റ്റിൻ. ചിരിയും ചിന്തയും സ്നേഹവും സൗഹൃദവുമൊക്കെ പ്രസരിപ്പിക്കുന്ന അക്വിനാസ് ആകാശവാണിക്ക് എൻ്റെ എല്ലാ ആശംസകളും. ഹലോ കൂട്ടുകാരെ, ഞാൻ ലൈജു. നമ്മുടെ ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭമായ അക്വിനാസ് ആകാശവാണിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത എന്നെക്കൊണ്ട് കൊലപാതകം ചെയ്യിക്കല്ലേ എന്നാണ് നമ്മുടെ ഈ ഗായിക ഒരിക്കൽ പറഞ്ഞത്. പക്ഷേ കുടുംബം മുഴുവൻ ഒറ്റക്കെട്ടായി കൂടെ നിന്നപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ സ്വന്തം അക്വിനാസ് ആകാശവാണിക്കു വേണ്ടി ഒരു പാട്ട് പാടാൻ തയ്യാറായ വിശാലഹൃദയായ ഗായിക. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സ്ലോഗനാണ്, ലൈഫ് സ്റ്റാർട്ട്സ് അറ്റ് 50. അതെ, ജീവിതം 50-ൽ തുടങ്ങുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതം 50-ലേ തുടങ്ങൂ. ആ സുന്ദര ഗാനത്തിനായി നമുക്ക് കാതോർക്കാം. പാട്ട് തേനും വയമ്പും. പാടുന്നത് ഡെബി. തേനും വയമ്പും
പ്രിയ ശ്രോതാക്കളെ, അക്വിനാസ് ആകാശവാണിയിൽ ഇന്നത്തെ ആരോഗ്യരംഗം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരോഗ്യരംഗം അവതരിപ്പിക്കുന്നത് ശ്രീമതി നിർമ്മൽ ജോസ്. ഈ COVID-19 പാൻഡമിക് കാലഘട്ടത്തിൽ നമ്മളുടെ ആരോഗ്യം പരിപോഷിപ്പിക്കുക, പരിരക്ഷിക്കുക എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതും എന്നാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതുമായ ചില ആരോഗ്യ പാനീയങ്ങളാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി ഗോൾഡൻ മിൽക്ക്. ചേരുവകൾ: പാൽ 1 ഗ്ലാസ്, കുരുമുളക് 4 എണ്ണം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കറുകപ്പട്ട പൊടിച്ചത് 2 നുള്ള. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പാൽ തിളപ്പിക്കുക. അതിലേക്ക് കുരുമുളക് പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, കറുകപ്പട്ട എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം പാൽ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തുക. അതിൽ തേൻ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ: പാൽ, അതിൽ പ്രോട്ടീനും കാൽഷ്യം ഉണ്ട്. മഞ്ഞൾ, കുർക്കുമിൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഇതിലുണ്ട്. ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുമുണ്ട്. കൂടാതെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയുമുണ്ട്. കുരുമുളക്, പെപ്പറിൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഇത് കുർക്കുമിൻ്റെ ആഗിരണത്തെ സഹായിക്കുന്നു. കറുവപ്പട്ട, അതിൽ പോളിഫെറോൾ, സിനമാൽഡിഹൈഡ് തുടങ്ങിയ ഘടകങ്ങൾ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയുള്ളതാണ്. കൂടാതെ ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുമുണ്ട്. തേൻ തൊണ്ട സംബന്ധമായ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. കൂടാതെ ആൻറ്റി ഫംഗലും ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടിയുമുണ്ട്. അടുത്തതായി നമുക്കൊരു ജ്യൂസ് നോക്കിയാലോ. നെല്ലിക്ക ജ്യൂസ്. ഇതിന് വേണ്ട ചേരുവകൾ: തൈര് 2 ടേബിൾ സ്പൂൺ, പച്ച നെല്ലിക്ക 1 എണ്ണം, അത് കുരു കളഞ്ഞെടുക്കണം. കറിവേപ്പില 1 തണ്ട്, വെള്ളം 1 ഗ്ലാസ്, പച്ചമുളക് 1 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന രീതി: മിക്സിയുടെ ജാറിൽ ഈ ചേരുവകൾ എല്ലാം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇത് അരിക്കാതെ തണുപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാരണവശാലും ഇത് അരിച്ചു കുടിക്കരുത്. ഇതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ വിറ്റമിൻ സി, വിറ്റമിൻ എ. കൂടാതെ ഇത് ഹൈ ഫൈബർ ഉള്ള ഒരു ജ്യൂസാണ്. കൊച്ചിയിലെ പ്രശസ്തമായ വെൽകെയർ ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യൻ ശ്രീമതി സിന്ധുവുമായി സംസാരിച്ചതിന് ശേഷമാണ് മേൽപ്പറഞ്ഞ പാനീയങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്കായി തിരഞ്ഞെടുത്തത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. അടുത്ത ആഴ്ചയിലെ ആരോഗ്യരംഗം പരിപാടിയിൽ വീണ്ടും കാണാം. നന്ദി. ഹായ് എവരിവൺ, ഗുഡ് ഈവനിങ്. ഇത് ആൽബിയാണ്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭം അക്വിനാസ് ആകാശവാണിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഇത് ആൽബിയാണ്. താങ്ക് യു. ഞാൻ ആൽഡ്രിൻ. അക്വിനാസ് ആകാശവാണിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഹായ്, ഞാൻ ജാൻസി. അക്വിനാസ് ആകാശവാണിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബീനയാണ്. ഞാനിവിടെ ഒരു കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണിത്. ഒരു കാട്ടുപൂവിൻ്റെ ചിന്തകൾ. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പ്രണയമെന്നോ ഈശ്വര ചിന്തയെന്നോ ഒക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു നല്ല കവിതയാണത്. യുവകവി ശ്രീ വിനോദ് പൂവക്കോടിൻ്റെ കാട്ടുപൂവ്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താൻ. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താൻ.
പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരുകിലെത്താൻ. മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുൻപേ കൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊലൂസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോയി എൻ ജീവിതം. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ, ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഞാൻ മുരളി മനോഹർ. അക്വിനാസ് ആകാശവാണിയിൽ ഒരു മുഖാമുഖം പരിപാടിയാണ് അടുത്തത്. നമുക്കൊപ്പം കോളേജിൽ പഠിച്ചവർ ജീവിതത്തിൻ്റെ പല പല മേഖലകളിൽ അവരുടേതായ നന്മകൾ പൊതുസമൂഹത്തിന് നൽകി രാജ്യപുരോഗതിയിൽ ഒരു ഭാഗമായി കഴിഞ്ഞു. അങ്ങനെ ഒരാൾക്ക് ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി. സെക്കൻഡ് ഗ്രൂപ്പിൽ പഠിച്ച അജയാണ് ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി. സ്വാഗതം അജയ്. അജയ്, ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളൊരു വിഷയമാണ്, അജയ് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിട്ട് ദെൻ ഹൗ ഡിഡ് യു ലാൻഡ് അപ്പ് ഇൻ നേവി? അത് നേവൽ ഓഫീസർ ആകണമെന്നൊരു പാഷനായിട്ട് മനസ്സിലുണ്ടായിരുന്നതാണോ? Yes, I always wanted to be a doctor. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തത്. ലക്ലി ഐ ഡിഡ് മാത്തമാറ്റിക്സ് ഓൾസോ ആസ് ദ ഫോർത്ത് സബ്ജക്റ്റ്. അങ്ങനെ ഐ കുഡ് പെർസ്യൂ മൈ എഞ്ചിനീയറിംഗ് സബ്സിക്വൻ്റ്ലി. പക്ഷെ നേവി ജോയിൻ ചെയ്യുന്നതിന് അതുമായിട്ട് യാതൊരു റിലേഷൻ ഉണ്ടായിരുന്നില്ല. പ്രോബബ്ലി I was only inspired by the white uniform. നമ്മൾ നേവൽ ബേസ് ക്രോസ് ചെയ്യുമ്പോൾ കാണുന്ന വൈറ്റ് യൂണിഫോം was the only inspiration. And the Navy landed up in my college when I was doing the third year engineering. And I thought, let me just give a try without knowing what exactly was it. But all that I know is it's part of the Indian defense. So then appeared to interview that there was a service selection board Bhopal and got cleared and joined. So there was no specific thought process that Aquinas ചേർന്നപ്പോൾ ഞാൻ നേവി ജോയിൻ ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. If you ask me, I was very keen to become a doctor. That was the only intention. അങ്ങനെയാണ് പക്ഷെ നേവി കയറിയത്. പ്രോബ്ലി ദാറ്റ് ഡേ it was my star. ഞാൻ ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്ത ദിവസം I was lucky to get selected and clear the SSB thereafter. അതുപോലെ അജയ്, നമ്മുടെ കോളേജ് ഡേയ്സിൻ്റെ ഓർമ്മകളിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത് നമ്മുടെ ക്രിക്കറ്റ് കളിയാണ്. അമ്മക്ക് നീ നല്ലവണ്ണം ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. യു ആർ ലുക്കിംഗ് ഗുഡ് ഇൻ ക്രിക്കറ്റ്. നീ ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഈ ജോലി തിരക്കിനിടയിൽ നിനക്കതിനുള്ള അവസരം കിട്ടാറുണ്ടോ? യെസ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന തൊട്ട് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്രിക്കറ്റ്. സ്കൂളിൽ തൊട്ട് ഞാൻ ഹാഡ് ബീൻ പാഷനേറ്റ് അബൌട്ട് ദ ഗെയിം.
So probably I had been playing even, I mean, every day when like Akanas time I have been playing back at my home. So, but then when Navy keri കഴിഞ്ഞിട്ട് I remember probably the first year itself after the training. When I joined the ship, I remember my boss saying it's better, it's either cricket or Navy. And I was very clear that I was getting inspired more and more with with the Navy. So I was very clear that I would pursue obviously my primary task, that is being an officer in the Navy. അത് കഴിഞ്ഞിട്ട് പിന്നെ very rarely probably, if we count the last 30 years, probably 3-4 times I could play cricket. So, but not that I was not playing any other game. I could see generally the defense forces encourage fast games, team games, so that that camaraderie, that team spirit, everything is built up. In addition to some couple of individual games. So throughout my naval career, I had been pursuing games like, um, you know, probably to an extent basketball or volleyball or individual games. So I was playing squash religiously or regularly, and off late, probably last 8 to 12, and I've been vigorously pursuing golf, and I find my weekend golf very encouraging and refreshing. So to keep fit, I run, I play with those games, and if age catch up with it, probably I'll have to slow down a bit, but then still keen to play games. And recently we played some cricket. I realized how bad I was without being in practice. But then it was always good to come back to play cricket. Probably uh, when we meet together, probably we should play another round of cricket in the loving memory of Dipu and all other team members. അജയ്, അതുപോലെ തന്നെ നിൻ്റെ കരിയറിൽ നിനക്കൊരു പൊൻതൂവൽ കൂടി ലഭിച്ചുവെന്നറിഞ്ഞു. We feel so proud to know that you have been awarded Vishta Seva Medal. Please tell us about this. So I'm so proud of being a part of Aquinas, or even my school, or even my engineering college, or even my village, that to be part of this crowd and to be conferred the President's Award of Vishita Seva Medal. I would obviously like to remember everyone who has contributed for that, right? Obviously, from my seniors in the Navy, my peers, and my juniors who have helped me from day one in my service. Of course, the foundation is always built by the school, the college, the engineering college, the family, the friends, and the immediate family members you have around you. So, one should not be, it's just that probably by God's grace to start with, and by all the good wishes, and obviously the hard work that one puts, these distinguished awards would obviously fetch up. But one should not be looking forward for it, or one should not be worried about it. There are enough people who deserve it, and probably by virtue of luck or by virtue of not being in the right time in the right place, may not get it. But then the fact of the matter is, we, as a nation, should be very happy and very proud to feel that we have enough capable people around, and who can probably, to take the nation to greater heights. So, yes, I would like to say, one amongst you, as me, to get VSM obviously would motivate, if not you all, because we all what each other is, but at least it will motivate the next generation. So I would only probably use this as a trigger for motivating the next generations, at least in the crowd of Aquinas, and the Aquinas College 85 and batch, till the next generation the trigger here, and at least if it is helpful and useful, I would be so happy and proud.
Thank you. അജയ്, എനിക്ക് തോന്നുന്നു അജയ് വർക്ക് റിലേറ്റഡ് ആയിട്ട് യു ഹാവ് ട്രാവൽഡ് ഇൻ എ ലോട്ട് ഓഫ് പ്ലേസസ്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കീ നേവൽ ഏരിയാസിലും യു ഹാവ് ട്രാവൽഡ് ആൻഡ് യു ഹാവ് വർക്ക്ഡ്. സോ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ കരിയർ വൈസും ഞങ്ങളുടെ അക്വിനാസ് ഗ്രൂപ്പിനോട് എന്ത് അഡ്വൈസാണ് ഞങ്ങൾക്ക് തരാനുള്ളത്? ഞാൻ അത്ര വലിയ എക്സ്പീരിയൻസ്ഡ് ആളൊന്നുമില്ല എല്ലാവർക്കും അഡ്വൈസ് പറയാനായിട്ട്. ബട്ട് ദെൻ ഗോയിങ് ബൈ മൈ എക്സ്പീരിയൻസ് ഐ വുഡ് സേ യെസ്, everyone should pursue a career, but that is easier said than done. I'm sure each one of us would realize namla Aquinas Jarnapul, I don't think probably 5% may have had some, 5 or 10% may have had some very clear objectives or dreams. Even I did not have, although I said that I would like to become a doctor, but I didn't know how much to work for that. But certainly we, what is lacking now or then was, what was lacking then was that very clear dream or objective, which is found now in the present generation. They are very clear about their objective, they know what they want to do. But notwithstanding, Aquinas College, every student, I would like to advise that please pursue a career and work for it, whether it is whether it is a profession, whether it is business, whether it is even for that matter pursuing any sports career, etc., etc. Now then, coming back to armed forces, നമ്മൾ സ്പെസിഫിക്കലി ഇൻ കേരള നമ്മൾ ടു എൻ എക്സ്റ്റെൻറ്റ് നേവി മാത്രമേ കണ്ടിട്ടുള്ളൂ. ആർമി എയർഫോഴ്സ് മാത്രം അധികം കണ്ടിട്ടില്ല. പ്രോബ്ലം തിരുവനന്തപുരത്തുകാർ കുറച്ച് എയർഫോഴ്സ് കാണുമായിരിക്കും. We need to be aware of the armed forces, and armed forces is just not war fighting. Today, I think the technology development in the Navy, or the way we are practicing technology in the Navy, I think we can beat a lot of big industries hands down. The way we talk, way we think technology, the way we talk management, way we talk strategy, I think it's all in one tonic. And of all the three services, I think Navy is the best. So it's even if somebody would like to become a technically proficient individual, the Navy is the best career. Both the men and the women, or the boys and the girls, can join armed forces, and particularly Navy, it's very, very satisfying. I know a lot of lady officers who have been doing extremely well in the Navy, and very encouraging to see that they at some places even go better beyond the men officers. So Navy is also a very good career to pursue for us. And generally നമ്മൾക്ക് വെള്ളം അത്ര പേടിയുള്ള കാര്യമൊന്നുമല്ല. So I think Navy should be clearing swimming, jumping into sea, all should be an easy task to clear. So my advice is, if you ask me what choice, I would say Navy is good to Kerala. It's a good option for Kerala, and even Air Force or Army is also equally good. But technologically, we are very satisfying. If no armed forces, probably you should pursue your career with a lot of passion, and obviously we need to practice for that also. A few words about your family. And the parents both were government school teachers. My dad pursuing mathematics and mother pursuing history and economics in government schools. They were retired, and I have two sisters, both married and running a family, respective families happily, one in Cochin and one in Perumbavoor. So they both my parents, my grandfather and my sisters have been very influential on me, in the sense they have been looking up to me as some kind of family's torchbearer. In fact, to pursue some high career in either medicine or engineering. They had pushed me to the public school in
പട്ടണക്കാട്ടുള്ള പബ്ലിക് സ്കൂളിൽ ICSE സ്കൂളിൽ പുഷ് ചെയ്ത് അവിടെ ഇറ്റ് വാസ് വെരി ഡിമാൻഡിങ് സ്കൂൾ. തലകുത്തി മറിഞ്ഞിട്ട് പഠിച്ച് അല്ലെ പരീക്ഷ ക്ലിയർ ചെയ്യുക എന്നുള്ള സ്ഥിതിയായിരുന്നത്. ഇറ്റ് വാസ് സോ ഡിമാൻഡിങ് ആൻഡ് ദ സിലബസ് വാസ് സോ ടഫ് ദോസ് ഡേയ്സ് ആൻഡ് വി മാനേജ്ഡ്. But then I had a different option to take as I went through the college. Navy ചേർന്നപ്പോൾ it was a surprise and shock to everyone because വീട്ടിൽ നിന്ന് ഫാമിലിയിൽ നിന്ന് ആരും ഇതുവരെ ആം ഫോഴ്സസിൽ കയറിയിട്ടില്ല. So it was, yes, I don't know whether they're happy or not, but it is certainly a surprising shock for them. But they've realized that it is a better option because I could pursue my post-graduation, I could pursue my PG diploma in management sciences in Jamnalal Bajaj. I could pursue my MMS from Osmania. I could pursue my MPhil. കുറെ പഠിത്തം ചെയ്യാൻ പറ്റി ഒപ്പം in the service. So obviously I'm sure all in all they should be happy. And right now presently I'm married to Mini. You all know Mini. And my daughter Anjali ഇപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് Wollongong in Dubai campus she's pursuing. So generally happy, going together well. And only crib for them is every 2 കൊല്ലം ആകുമ്പോഴത്തേക്കും ഫുൾ ലഗേജും പാക്ക് ചെയ്ത് എല്ലാം പാക്ക് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോവുക. ബട്ട് ദാറ്റ്സ് ഓൾ നൗ ബിക്കം എ habit. So now looking forward probably the post retirement days where we could retire every വീട് വെച്ച് we could stay comfortable and permanently with the luggage. അല്ലെങ്കിൽ ഗ്ലാസും പ്ലേറ്റ്സ് ഒക്കെ പാക്ക് ചെയ്ത് എത്ര എണ്ണം പൊട്ടി എത്ര എണ്ണം നിരയായിരിക്കുന്നു ദൈവത്തിന് തന്നെ അറിയാം. I mean we have probably changed at least 6-7 fridges in last 30 years. So because of by virtue of this packing damages. Anyway, all in all, very satisfying life so far, and been very lucky to have Minnie as my partner, and Anjali as our daughter. Praying to the Almighty for the best to Anjali in the future, and of all of us in health, and certainly to all you and your family members for the best of health and happiness. Stay safe. Thank you. Ajay, finally about you. You see, I was a normal boy in Thoravud. I mean, with no much of aspirations. All that I could see was the temple. I could see was the public school nearby, and I know, with some weekend trips to Cochin. That's all my small world. But I grew with playing cricket and struggling for my ICSE. But then the horizons widened when I came into college, and then I realized what all are the opportunities available. So the school and the college paved a good foundation for me. Obviously with the support of my parents and my grandfather, who were very, very keen to put me into some kind of pedestal. The college was fantastic, the life was fantastic, and that's where and even after 35 years we're still going strong. I mean that goes to say that how strong was our foundation, our bonding. So it will always be there with me lifelong, and I would never ever hesitate to look back and look at my roots to say that yes, they helped me to grow taller and firmer. Yes, always been indebted, and I'll always be available to talk for them. And Navy, if I could make a mark, it is all thanks to you people, the college, the school, and I think you all equally me, you all along with me should be equally proud of what we have been given, provided by our parents, and I feel so proud to be standing tall in the college and the school, and representing the institutions amongst the crowd where I am presently now. So I wish all the very best to all my dear friends, both in the school and the college, as well as to the institutions. I would like to thank the teachers and professors who had a lot of confidence for us
although they had a lot of cribs also probably, which were, that's all I would like it, I would like to call it as childhood tantrums, but they always had that confidence and love for us. I will always like to thank for that, and of course goes without saying, the parents, the grandparents, the sisters and brothers, the cousins and the friends, and of course the present lot of your lady and the kids. Their contribution is, I mean, one should not even attempt to measure. Thank you very much. Ajay, thank you so much. Well said and well explained. അക്യുനാസ് ആകാശവാണി റേഡിയോ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അനുഭവങ്ങളും ചിന്തകളും ഞങ്ങളോട് ഷെയർ ചെയ്തതിലും വളരെ സന്തോഷമുണ്ട്. അക്യുനാസ് കോളേജ് യൂണിയന് വേണ്ടിയും നമ്മുടെ ഓരോരോ കൂട്ടുകാർക്ക് വേണ്ടിയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. മുഖാമുഖം പരിപാടിയിലേക്ക് എല്ലാവർക്കും, വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്നവർക്കും, അവരുടെ അനുഭവങ്ങൾ, അവരുടെ വീക്ഷണങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അതിനായി ഓരോ ആഴ്ചയിലെയും പ്രോഗ്രാം പ്രൊഡ്യൂസറുമായി ബന്ധപ്പെടുക. ഇതിലെല്ലാവർക്കും പങ്കെടുക്കണം. നന്ദി, നമസ്കാരം. വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. ഗാന സന്ധ്യ. കല്ലും മാലയും ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പാലും കൊണ്ടോടുന്ന ഒരു പാൽക്കാരിപ്പെണ്ണ്. ആൻഡ്രൂ, കുമ്പളങ്ങിയും തോപ്പുംപടിയും അടക്കം കൊച്ചിയിൽ ഒരുപാട് നല്ല പെൺകുട്ടികൾ ഉള്ളപ്പോൾ ആലുവയ്ക്ക് വെച്ച് പിടിച്ചു അല്ലേ? നടക്കട്ടെ. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാത്തി ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ്, മാനത്തൊരു മഴവില്ലു കണ്ടാൽ ഇളകും പെണ്ണ്. പാടത്തെ നെല്ലിനും തീരത്തെ തൈകൾക്കും പാലും കൊണ്ടോടുന്ന പെണ്ണ്. അവളൊരു പാവം പാൽക്കാരി പെണ്ണ്, പാൽക്കാരി പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. വെയിലത്ത് ചിരിതൂകും പെണ്ണ്, ശിവരാത്രി വ്രതവുമായി നാമം ജപിക്കും പെണ്ണ്.
പെണ്ണിനെ കാണുവാൻ ഇന്നലെ വന്നവർ ചൊന്നുപോൽ ഭ്രാന്തത്തി പെണ്ണ്. അവളൊരു പാവം ഭ്രാന്തത്തി പെണ്ണ്, ഭ്രാന്തത്തി പെണ്ണ്. അതു കേട്ട് നെഞ്ചു പീടഞ്ഞ് കാലിലെ കൊലുസെല്ലാം ഊരിയെറിഞ്ഞ് 1000 നൊമ്പരം മാറിലൊതുക്കിക്കൊണ്ടാഴിയിലേക്കവൾ പാഞ്ഞു. അവളൊന്നും ആരോടും മിണ്ടാതെ പാഞ്ഞു, മിണ്ടാതെ പാഞ്ഞു. പുഴയൊരഴകുള്ള പെണ്ണ്, ആലുവ പുഴയൊരഴകുള്ള പെണ്ണ്. കല്ലും മാലയും മാറി ചാത്തി ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. ഗാനസന്ധ്യ. ചിരിച്ചാൽ ഒരു പൂങ്കുഴലി, കരഞ്ഞാൽ ഒരു കരിങ്കുഴലി. ഇതൊരു താലിപ്പെണ്ണാണ്, പീലിപ്പെണ്ണാണ്. ഇതെന്താ സംഭവമെന്ന് നജീബിനോടൊന്ന് ചോദിക്കാം. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. ചിരിക്കാറില്ല ചിരിച്ചാൽ, ചിരിച്ചാറില്ല ചിരിച്ചാൽ ഒരു പൂങ്കുഴലി. തളിരും കോരി കുളിരും കോരി 100 പാലും കുറിയും തൊട്ടു നടക്കും പെണ്ണ്. കരയാറില്ല കരഞ്ഞാൽ, കരയാറില്ല കരഞ്ഞാൽ ഒരു കരിങ്കുഴലി. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. ചിരിക്കാറില്ല ചിരിച്ചാൽ ഒരു പൂങ്കുഴലി. തളിരും കോരി കുളിരും കോരി 100 പാലും കുളിരും തൊട്ട് നടക്കും പെണ്ണ്. കരയാറില്ല കരഞ്ഞാൽ ഒരു കരിങ്കുഴലി. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. കോപിക്കാറില്ല പെണ്ണു കോപിച്ചാൽ ഈറ്റപ്പുലി പോലെ. നാണിക്കാറില്ല പെണ്ണു നാണിച്ചാൽ നാടൻ പിട പോലെ. കോപിക്കാറില്ല ഈറ്റപ്പുലി പോലെ. നാണിക്കാറില്ല പെണ്ണു നാണിച്ചാൽ നാടൻ പിട പോലെ. താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളിവ. താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളിവ. താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളിവ. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. ചിരിക്കാറില്ല ചിരിച്ചാൽ ഒരു പൂങ്കുഴലി. തളിരും കോരി കുളിരും കോരി 100 പാലും കുറിയും തൊട്ടു നടക്കും പെണ്ണ്.
കരഞ്ഞാലൊരു കരിങ്കുഴലി. കാട്ടുകുറിഞ്ഞിപ്പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. പാടാറില്ലിവൾ പാടിപ്പോയാൽ തേന്മഴ പെയ്യും, ആടാറില്ലിവൾ ആടിപ്പോയാൽ താഴമ്പു വിടരും. പാടാറില്ലിവൾ പാടിപ്പോയാൽ തേന്മഴ പെയ്യും, ആടാറില്ലിവൾ ആടിപ്പോയാൽ താഴമ്പു വിടരും. താഴ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളിവ, താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളിവ, താലിപ്പെണ്ണേ നീലിപ്പെണ്ണേ താളം തുള്ളി മേളം തുള്ളിവ. കാട്ടുകുറിഞ്ഞിപ്പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. ചിരിക്കാറില്ല ചിരിച്ചാലൊരു പൂങ്കുഴലി, തളിരും കോരി കുളിരും കോരി നോറും പാലും കുറിയും തൊട്ടു നടക്കും പെണ്ണ്. കരയാറില്ല കരഞ്ഞാലൊരു കരിങ്കുഴലി. കാട്ടുകുറിഞ്ഞിപ്പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. മയങ്ങും പെണ്ണ്, മയങ്ങും പെണ്ണ്. ഗാന സന്ധ്യ. വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ മൗനങ്ങളാകും വാൽമീകമെന്നും ഞൊടിയിടയ്ക്കകം എന്നെന്നും. ബിച്ചു തിരുമലയുടെ വരികളാണ്. സംഗീതം ശ്യാം. ഈ പാട്ട് പാടുന്നത് നമ്മുടെ രേണു പ്രകാശ്. കടലിൽ നിന്നുയരുന്നു
സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആകാശവാണി അക്വിനാസിലേക്ക് സ്വാഗതം. നമുക്ക് പോകാം ഒരു വിനോദയാത്ര. ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ആൽഡ്രിൻ. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ഒരു പ്രകൃതി രമണീയമായ ഒരു കൊച്ചു ഗ്രാമമാണ് കുമ്പളങ്ങി. ഗ്രീസിലെ സെൻറ്റോറിനി, ഫ്രാൻസിലെ ബോറാബോറ എന്നിവയെ പോലും വെല്ലുന്ന പ്രകൃതിയുടെ കരസ്പർശത്താൽ അനുഗ്രഹീതമായ നാട്. പുഴകളും നെൽപ്പാടങ്ങളും ഉള്ള നാട്. പിന്നെ കുമ്പളങ്ങിയെക്കുറിച്ച് പറഞ്ഞാൽ സഞ്ചാരികളെ സ്നേഹത്തോടെ വരവേൽക്കുന്ന നല്ലവരായ കുറേ മനുഷ്യർ. ധാരാളം ഹോം സ്റ്റേ ഫെസിലിറ്റി കുമ്പളങ്ങി എന്ന വിനോദസഞ്ചാരികൾക്ക് പർദീസയാണ്. കുമ്പളങ്ങിയുടെ പ്രധാന ആകർഷണമായത് കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് എന്നതാണ്. എല്ലാ വശങ്ങളിലും കായലും ചീനുവലകളും മത്സ്യബന്ധനവും ഒക്കെയായി വളരെ മനോഹരമാണ്. എപ്പോഴും കിട്ടുന്ന കാറ്റ് ഇവിടുത്തെ താപനില കുറയ്ക്കുന്നു, മനസ്സിന് കുളിർമ നൽകുന്നു. ഇവിടുത്തെ കല്ലഞ്ചേരി, ആഞ്ഞിൽത്തറ ദ്വീപുകൾ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളാണ്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. ആൽഡ്രിൻ, ഈ കവിതയാണ് ആൽഡ്രിൻ്റെ വിവരണം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ആൽഡ്രിൻ പറഞ്ഞിരിക്കുന്നത് എത്രയോ ശരിയാണ്. അത്രക്ക് അത് മനോഹരിയാണ് എൻ്റെ സ്വന്തം കുമ്പളങ്ങി. കുമ്പളങ്ങി കുമ്പളങ്ങി കുമ്പളങ്ങി. പിന്നെയുള്ളത് കുമ്പളങ്ങിയുടെ മിനി കുട്ടനാടാണ്. കുമ്പളങ്ങി പാലം കഴിഞ്ഞ് ഏകദേശം 4 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ പഴങ്ങാട് ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ട് പോകുന്ന റോഡ്, പിന്നീട് ഇരുവശവും പാടങ്ങളുടെ നടുക്കുകൂടിയാണ് പോകുന്നത്. ഈ 2.5 കിലോമീറ്റർ നീളമുള്ള ഫ്ലെമിംഗോ റോഡിന് ഇരുവശവും നല്ല കാറ്റും ഭംഗിയുള്ള കാഴ്ചകളും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. ധാരാളം ദേശാടന പക്ഷികളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ റോഡിൻ്റെ വശങ്ങളിലായി ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ സായാഹ്നങ്ങളിൽ വന്ന് ഇരിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും സൗകര്യമുണ്ട്. കൂടാതെ ശാന്തമായി നടന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ ഈ റോഡിന് മധ്യത്തിൽ നിന്നും വടക്കോട്ട് പോകുന്ന 2.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആഞ്ഞിൽത്തറ റോഡിലൂടെ നിങ്ങൾക്ക് ശാന്തമായി നടന്ന് കാഴ്ചകൾ കണ്ട് നീങ്ങാം. ഇതിലൂടെ വാഹനങ്ങൾ പോകാറില്ല. കൂടാതെ താമസിക്കുവാൻ ഈ റോഡിന് വശത്തായി അക്വാട്ടിക് റെസിഡൻഷ്യൽ റിസോർട്ടുമുണ്ട്. ഇങ്ങനെയുള്ള കുമ്പളങ്ങിയിലേക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ വന്നിരിക്കണം. അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു തീരാ നഷ്ടമായി അവശേഷിക്കും. എല്ലാവരെയും കുമ്പളങ്ങിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.